ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പരിപ്പും പപ്പായയും കൂടെ കറി വെക്കാം. പപ്പായെന്നും ഓമക്കായെന്നും കർമൂസാന്നും ഒക്കെ പറയുന്നത് ഈ പപ്പായക്കാണ്. അതിനായിട്ട് പരിപ്പ് ആദ്യം വേവിച്ചു. ഇനി നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. പപ്പായ മുറിച്ചെടുത്തതാണ്. മുറിച്ചെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ തൊലി കോരുവാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 അല്ലി പുളീൻ്റെ എത്ര വലിപ്പം ആയിട്ട് ഇത്ര പുളി എടുക്കുക, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. തക്കാളി ഇടണമെന്നില്ല, ഉണ്ടെങ്കിൽ ഇടുന്നതിന് കുഴപ്പമില്ല. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കഷ്ണം പച്ചക്കറി വെക്കുന്ന സമയത്ത് ഒരു കഷ്ണങ്ങളും വെന്തിട്ട് ഉടഞ്ഞു പോയാൽ കറീൻ്റെ ടേസ്റ്റ് പോവും. അപ്പം ഒരൊറ്റ വിസിൽ മതി. ഇത് കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വെക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇനി അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയതും, ഒരു നുള്ളി ജീരകവും, ഒരു 2 അല്ലി ചുവന്നുള്ളിയും കൂടെ അരച്ച് ചേർക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായക്കറി റെഡിയായി. ഇത് ചോറിലേക്ക് ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം. നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക. കഷ്ണം ഇങ്ങനെ ഉടയാണ്ട് കിട്ടണം. വേവുകയും വേണം, ഉടയുകയും ചെയ്യരുത്. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ്. നല്ലൊരു വറവും കൂടെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റായി. ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക, അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.